KYC മാത്രം വെരിഫൈ ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോൾ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണിത്. നമുക്ക് KYC മാത്രം മതി അപ് ടു 25,000 രൂപ വരെയുള്ള ലോൺ എമൗണ്ട് കിട്ടാനായിട്ട്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ഒരാളാണെങ്കിൽ അപ് ടു 25,000 രൂപ വരെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ആയിട്ട് കിട്ടും. ഈ ആപ്ലിക്കേഷൻ ആണ് വലിയ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, KYC മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ഇതെടുത്ത് നിങ്ങളുടെ സിബിലും കൂടി നോക്കി പരിശോധിച്ച് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലോൺ തരും. അപ് ടു 25,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുക. അങ്ങനെ ഒരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആപ്പിന്റെ പേരും ഡീറ്റെയിൽസും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത ഒരു 90% ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അപ്രൂവൽ കിട്ടും. കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ തുറന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ കുറച്ച് പെർമിഷൻസ് അവർ ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കുക. ഈ പെർമിഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പ്രൊഫൈൽ എത്രത്തോളം ജെനുവൻ ആണ്, പക്കയാണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 25,000 രൂപ വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ NBFC പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മന്ത്ലി ഇൻകം ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ സാലറിഡ് ആണോ എന്ന് ഉള്ളതും അതേപോലെ അതിലുള്ള ഇൻകം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ പർപ്പസ് ഓഫ് ലോൺ എപ്പോഴും നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുക, ഹോസ്പിറ്റൽ എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു ലക്ഷറി പർപ്പസ് പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റെന്റ് പേ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഒരു റെഫറൻസ് വെക്കണം. അപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ നമ്പർ കൂടി കൊടുത്ത് നമുക്കൊരു മെയിൽ ID കൂടി കൊടുക്കണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും കൂടി അതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ നിങ്ങളത് എഗ്രി ചെയ്യണം. എഗ്രി ചെയ്തതിനു ശേഷം താഴെ കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അവർ വാല്യുവേറ്റ് ചെയ്യും. സോ ഈ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. അതിനുശേഷം അതിൽ വരുന്നൊരു SMS കോഡ് ഉണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലോട്ട് വരുന്നൊരു SMS കോഡ് കൂടി നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി യാതൊരു വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ താഴെ അണേബിൾ ടു ആധാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുണ്ടാവുക. ഏത് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് നിങ്ങൾക്ക് പൈസ വേണ്ടത്, ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്പർ, അതുപോലെ തന്നെ അതിന്റെ കോഡ്, IFSC കോഡ്, ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര രൂപ വരെ നമുക്ക് കിട്ടും എന്നുള്ള ഏകദേശം ഒരു അപ്രൂവൽ അവർ എടുത്തു തരും. അപ് ടു 12,000 ആണ് നമുക്ക് കിട്ടിയിട്ട് ഉള്ളത്. ടൈം നമുക്ക് 2 months ആണുള്ളത്. അപ്പൊ നമുക്ക് റീപേയ്മെന്റ് എമൗണ്ട് എത്രയാണ് വരിക എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. 15,913 രൂപയാണ് റീപേയ്മെന്റ് എമൗണ്ട്. ഡിസ്ബസ് എമൗണ്ട് വരുന്നത് 10,800. ടോട്ടൽ 2 മാസം കൊണ്ട് അടച്ചു വരുമ്പോൾ 5,913 രൂപ. അത്രയും വരില്ല, 5,000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. ബാക്കി ആപ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടോട്ടൽ എടുക്കുന്ന ചാർജുകളും കൂടുതലാണ്. പക്ഷേ ഇൻകം വെരിഫൈ ചെയ്യാതെ കിട്ടും എന്നുള്ളതാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത് പുറകോട്ട് പോകാന്നാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ല, നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാം. കാരണം നമ്മളിത് റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായില്ല, ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ക്യാപ്പബിലിറ്റി ഇല്ല, അടയ്ക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഈ കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിനു ശേഷം താഴെ ആക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ വ്യൂ ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ചാർജസ് ആൻഡ് കാര്യങ്ങളും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എത്ര രൂപയാണ്, എങ്ങനെയാണ് വന്നേക്കണേ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ വ്യൂ ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ചാർജസ് ആയിട്ട് പോയിട്ടുണ്ട്, പ്രോസസിംഗ് ഫീ ആയിട്ട് എത്ര പോയിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. പ്രോസസിംഗ് ഫീ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് 1,200 രൂപയാണ്. ലോൺ ടെന്യൂർ നമുക്ക് വന്നിട്ടുള്ളത് 62 ദിവസം. അതുപോലെ തന്നെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വന്നേക്കുന്നത് 36%. ഇൻട്രസ്റ്റ് എമൗണ്ട് 553. സർവീസ് ചാർജ് ഒരു 3,360 രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് റീപേയ്മെന്റ് എമൗണ്ട് 913 ആവുന്നത്. ഈ സർവീസ് ചാർജ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഇതൊക്കെ ഭയങ്കര കൂടുതൽ തന്നെയാണ്. നിങ്ങളിത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ റിവ്യൂ പോലെ ചെയ്യുന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ്. കാരണം കുറെ പേര് ചുമ്മാ കയറി അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ആപ്പിനെ പറ്റിയിട്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു എൻക്വയറി ബില്ല് കയറുമെന്നുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഈ ആപ്പിൽ നിന്ന് പിന്നെ വിളിച്ച് ത്രട്ടൺ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാതെ ഒരിക്കലും ഈ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ക്രെഡിറ്റ് ആക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത് പോവാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇൻകം നമ്മൾ വെക്കുന്നില്ല. റുപ്പി റെഡി എന്നാണ് ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും.
ആവാൻ പറ്റും. റുപ്പി റെഡ്ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണ്. NBFC പാർട്ട്നേഴ്സ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീഗൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എടുക്കണോണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. നോക്കിയും കണ്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.